Hi all, welcome back to Edus International Academy. So, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സൗദി പ്രോമട്രി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിൽ റീസെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ നവംബറിൽ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതായത് സൗദി പ്രോമട്രിക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് സാധാരണ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. So, first question പറയുന്നത് a patient experiences a severe headache and nausea specifically when moving from a supine to sitting or standing position. Which condition does this most likely indicate? അല്ലേ നോക്കിയേ. ഓപ്ഷൻ എ ഹൈപ്പോടെൻഷൻ, ബി ഹൈപ്പർടെൻഷൻ, സി ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഓപ്ഷൻ ഡി ഇൻക്രീസ്ഡ് ICP. എന്താ ഇവിടെ പറയുക നോക്കിയേ. ഇവിടെ പറയുന്നത് പേഷ്യന്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യന്റ് സിവിയർ ആയിട്ട് ഹെഡേക്ക് നോസി ഒക്കെ വരുന്നുണ്ട്. സോ ഇത് എന്ത് കണ്ടീഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തായിരിക്കാം നോക്കിയേ. പൊസിഷൻ വെച്ചിട്ട് പേഷ്യന്റിന് ഹെഡേക്ക് നോസി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? പൊസിഷൻ ചേഞ്ചിൽ വരുന്നത് യെസ് ഓർത്തോസ്റ്റാറ്റിക് അല്ലെ, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം പൊസിഷൻ ചേഞ്ചിൽ പേഷ്യന്റ് BP ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടാണ് യൂഷ്വലി ഒരു ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടാകുക അല്ലെ. സോ occurs when blood pressure drops significantly on standing, leading to reduced cerebral perfusion. So this causes symptoms such as headache, nausea, dizziness or lightheadedness and fainting അല്ലെ. അപ്പം നമ്മൾ ഈ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഒക്കെ ഉള്ള പേഷ്യൻസിനോട് നമ്മൾ എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് എന്ത് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്? അതായത് അവർ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സ്ലോയിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, കൂടാതെ അവർ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് മോണിറ്റർ ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പം കിടന്നിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ ചാടി എഴുന്നേക്കാതെ കിടന്നിട്ട് പതിയെ ഒന്ന് ഇരുന്ന്, അതായത് ബെഡിൽ ഒന്ന് ഇരുന്നതിന് ശേഷം പിന്നെ പതിയെ എഴുന്നേൽക്കുക അല്ലെ. ഇങ്ങനെയുള്ള നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് കൊടുക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കേട്ടോ. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആസ്പെക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. അതും റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചൈൽഡ് അറൈവ്സ് അറ്റ് ദ ക്ലിനിക് വിയറിംഗ് എ ലോങ് ആം കാസ്റ്റ്. നോക്കിയാൽ ലോങ് ആം കാസ്റ്റ്. Which assessment should the nurse perform first to ensure the child safety? അല്ലെ, കുഞ്ഞിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് നേഴ്സ് ആദ്യമായിട്ട് അല്ലെ, ഇതൊരു പ്രയോറിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നേഴ്സ് ആദ്യമായിട്ട് ഫസ്റ്റ് എന്താണ് എൻഷുർ ചെയ്യേണ്ടത്? കുഞ്ഞിന്റെ സേഫ്റ്റി മേക്ക് ഷുവർ ചെയ്യാനായിട്ട് അല്ലെ. നോക്കിയേ. ഓപ്ഷൻ എ ചെക്ക് ദ പൾസ് ഇൻ ദ ഫിംഗേഴ്സ് ഹാൻഡ്. ഓപ്ഷൻ ബി ചെക്ക് ദ നെയിൽ ബെഡ് കളർ ഓഫ് ദ അഫക്റ്റഡ് ഹാൻഡ്. സി പുട്ട് ഓൺ സ്റ്റെറൈൽ ഗ്ലൗസ്. ഓപ്ഷൻ ഡി അസസ് ഫോർ സ്വെല്ലിംഗ് അറൌണ്ട് ദ കാസ്റ്റ്. എന്തായിരിക്കാം? എസ്പെഷ്യലി കുഞ്ഞിന് ഇതുപോലെ ലോങ് ആം കാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് പ്രത്യേകിച്ച് നോക്കേണ്ടതായിട്ട് വരിക നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റിയിൽ? അതായത് അവിടെ ഡിസ്റ്റൽ ഏരിയയിൽ അല്ലെ, ഡിസ്റ്റൽ ഏരിയയിൽ സർക്കുലേഷൻ കോംപ്രമൈസ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, വി ഹാവ് ടു ചെക്ക് ദ പൾസ് അല്ലെ, പൾസ് ഇൻ ദ ഫിംഗേഴ്സ് ആൻഡ് ഹാൻഡ്സ് കേട്ടോ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ യൂഷ്വലി ഈ ന്യൂറോ വാസ്കുലർ സ്റ്റാറ്റസ് ഒക്കെ കോംപ്രമൈസ് ആകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പെരിഫറൽ പൾസസ് നമ്മൾ മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയാൽ ഫോർ എ പേഷ്യന്റ് ഹു ഈസ് എക്സ്പീരിയൻസിങ് ഡിസ്കംഫർട്ട് ഡ്യൂ ടു ഹെമറോയിഡ്സ് അല്ലെ, പേഷ്യന്റ് ഹെമറോയിഡ്സ് ആണ്, അത് കാരണം പേഷ്യന്റ് അതിൻ്റെതായിട്ടുള്ള ഡിസ്കംഫർട്ട്സ് ഉണ്ട്. വിച്ച് പൊസിഷൻ വുഡ് പ്രൊവൈഡ് ദ ഗ്രേറ്റസ്റ്റ് റിലീഫ്? ഏതൊരു പൊസിഷൻ കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും പേഷ്യന്റിന് ഒരു ഗ്രേറ്റസ്റ്റ് റിലീഫ് കിട്ടുക? നോക്കിയേ. ഓപ്ഷൻ ഈസ് ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ, ബീസ് സുപ്പൈൻ പൊസിഷൻ, സീസ് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ, ഓപ്ഷൻ ഡി ലിത്തോട്ടമി അല്ലെ. ഹെമറോയിഡ്സ് ഉള്ള പേഷ്യന്റ് നമുക്കറിയാം ഏത് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാലായിരിക്കും അവർക്ക് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുക? ഏതായിരിക്കും? യെസ് നോക്കിയേ. ഓപ്ഷൻ എ അല്ലെ, ലാറ്ററൽ പൊസിഷൻ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ കൊടുക്കുമ്പോഴത്തേക്കാണ് യൂഷ്വലി പേഷ്യൻസിന് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുക അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ലാറ്ററൽ പൊസിഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് ലൈൻ പൊസിഷൻ റെഡ്യൂസസ് ദ പ്രഷർ ഓൺ ദ റെക്ടൽ ഏരിയ അല്ലെ. റെക്ടൽ ഏരിയയിലെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു, ഹെൽപ്പിംഗ് റിലീവ് പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് വിച്ച് ആർ കോസ്ഡ് ബൈ ഹെമറോയിഡ്സ്. ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് ഈസിയർ ആപ്ലിക്കേഷൻ ഓഫ് ദ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്. നമുക്കിപ്പം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഈ ഏരിയയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ഹെൽപ്ഫുൾ ആണ് ഈ പറയുന്ന ലാറ്ററൽ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പ്രിവാലൻസ് ഓഫ് BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രിവാലൻസ് ഓഫ് ഹൈ BMI ഇൻ സൗദി അറേബ്യ കേട്ടോ. സൗദി സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ. ദ പ്രിവാലൻസ് ഓഫ് ഹൈ BMI ഇൻ സൗദി അറേബ്യ ഹാസ് റീച്ച്ഡ് അൺയൂഷ്വലി ഹൈ ലെവൽസ് വിത്തിൻ ദ പോപ്പുലേഷൻ. അവിടെ എന്താണ് അൺയൂഷ്വലി ഹൈ ലെവൽസിലേക്ക് BMI എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈ BMI എത്തിയിട്ടുണ്ട്. ഹൗ ഇസ് ദി സിറ്റുവേഷൻ ബെസ്റ്റ് ക്ലാസിഫൈഡ് അല്ലെ? ഈ ഒരു സിറ്റുവേഷന് നമ്മൾ ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അല്ലെ? കമ്മ്യൂണിറ്റി എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ നോക്കിയാൽ എൻഡമിക്, ഓപ്ഷൻ ബി എപ്പിഡമിക്, ഓപ്ഷൻ സി പാൻഡമിക്, ഓപ്ഷൻ ഡി സ്പെറാഡിക്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം കേട്ടോ, സ്ഥിരം എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ് എന്താണ്? ഓപ്ഷൻ ബി അല്ലെ, ഓപ്ഷൻ ബി എപ്പിഡമിക് കേട്ടോ. ഓപ്ഷൻ ബി എപ്പിഡമിക് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി എപ്പിഡമിക് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കിയാൽ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺയൂഷ്വലി ഹയർ ദാൻ നോർമൽ വിതിൻ എ സ്പെസിഫിക് പോപ്പുലേഷനിൽ ഇൻസിഡൻസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? എപ്പിഡമിക് എന്ന് പറയുക കേട്ടോ. നോക്കിയേ.
നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എ പേഷ്യന്റ് ഷോസ് എ ബ്രീതിങ് പാറ്റേൺ characterized by cycles of gradually increasing depth and rate. എന്താണ് gradually increasing depth and rate which is followed by gradual decline ending with a brief period of apnea അല്ലെ, followed by gradual decline. അതിനുശേഷം എന്താണ് ഒരു gradual declineും ending with a brief period of apnea, ഒരു brief period of apnea വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ് റെസ്പിറേറ്ററി പാറ്റേൺ കോഡ്? അപ്പം ഈ ഒരു റെസ്പിറേറ്ററി പാറ്റേൺ നമ്മൾ എന്താണ് പറയുക നോക്കിയേ. ഓപ്ഷൻ ഈസ് സ്മോൾ റെസ്പിറേഷൻ, ബി ഈസ് റെഗുലർ ഷാലോ ബ്രീതിങ്, ഓപ്ഷൻ സി ഈസ് ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ, ഓപ്ഷൻ ഡി ഈസ് ബയോട്സ് റെസ്പിറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള അബ്നോർമൽ റെസ്പിറേറ്ററി പാറ്റേണിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഗ്രാജുവലി ഇൻക്രീസിംഗ് ഡെപ്ത് റേറ്റ്, അതിനുശേഷം എന്താണ് പതിയെ ഡിക്ലൈൻ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഒരു പീരീഡ് ഓഫ് അപ്നിയ അല്ലെ. അപ്പൊ അത് എന്ത് തരത്തിലുള്ള റെസ്പിറേറ്ററി പാറ്റേൺ ആയിരിക്കും? യെസ്, എന്താ ഓപ്ഷൻ സി ആണ് അല്ലെ. നോക്കിയേ, ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷനിലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാനായിട്ട് കഴിയുക അല്ലെ. ഇതിലാണ് ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷനിലാണ് കാണാൻ കഴിയുക. അപ്പം നോക്കിയാൽ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ക്രസൻഡോ ഡി ക്രസൻഡോ പാറ്റേൺ ആണ്. എന്ന് വെച്ചാൽ കയറുന്നു അതുപോലെ തന്നെ ഇറങ്ങുന്നു. ബ്രീതിങ് ബിക്കംസ് പ്രോഗ്രസീവ്ലി ഡീപ്പർ ആൻഡ് ഫോസ്റ്റർ, ദെൻ ഗ്രാജുവലി സ്ലോസ് ആൻഡ് ബിക്കം ഷാലോവർ, ഫോളോഡ് ബൈ പീരീഡ് ഓഫ് ഒരു അപ്നിയ പീരീഡും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതിനാണ് നമ്മൾ ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയാൽ വാക്സിനേഷൻ കേട്ടോ. വാക്സിനേഷൻ സ്കെഡ്യൂളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ റെക്കമെൻഡഡ് സ്കെഡ്യൂൾ ഫോർ അഡ്മിനിസ്ട്രിങ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കേട്ടോ. നോക്കിയാൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡഡ് സ്കെഡ്യൂൾ എന്താണ്? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന കാര്യം അല്ലേ. നോക്കിയാൽ ഓപ്ഷൻ ഇസ് 0-1-3 months, ബി 0-1-6 months, ഓപ്ഷൻ സി 0-2-6 months, ഓപ്ഷൻ ഡി 1-6-12 months. ഏതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ സ്കെഡ്യൂൾ ഏതാ കറക്റ്റ് ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ. നോക്കിയാൽ 0-1-6 months കേട്ടോ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ സ്കെഡ്യൂളിൽ 3 doses ആണ് വരിക. 0 month, 1 month ആൻഡ് 6 monthsലാണ് യൂഷ്വലി കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയാൽ ചൈൽഡ് ഈസ് അഡ്മിറ്റഡ് വിത്ത് റോട്ടാ വൈറസ് ഇൻഫെക്ഷൻ കേട്ടോ. കുഞ്ഞിന് എന്താണ് റോട്ടാ വൈറസ് ഇൻഫെക്ഷനുമായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വിച്ച് കോമൺലി കോസസ് സിവിയർ ഡയറിയ. കുഞ്ഞിന് ഈ റോട്ടാ വൈറസ് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താ ഉള്ളത്? സിവിയർ ഡയറിയ കുഞ്ഞിനുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ഐസൊലേഷൻ പ്രിക്കോഷൻ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഐസൊലേഷൻ പ്രിക്കോഷൻസ് ഇൻഫെക്ഷൻ കൺട്രോൾ സൗദി പ്രോമെട്രിക്ക് സ്ഥിരം എല്ലാ ക്വസ്റ്റ്യൻസിലും മിനിമം ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കും കേട്ടോ. നോക്കിയാൽ സിവിയർ ഡയറിയ. വിച്ച് ടൈപ്പ് ഓഫ് ഐസൊലേഷൻ പ്രിക്കോഷൻ ഷുഡ് ദ നേഴ്സ് ഇംപ്ലിമെന്റ്? ഏത് തരത്തിലുള്ള ഐസൊലേഷൻ പ്രിക്കോഷൻ ആണ് ഇവിടെ നേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക? ഓപ്ഷൻ എന്ന് നോക്കിയാൽ എയർബോൺ പ്രിക്കോഷൻ, ബീസ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ, ഓപ്ഷൻ സി കോണ്ടാക്ട് പ്രിക്കോഷൻ, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. സിമ്പിൾ ആണ്, നമ്മൾ സ്ഥിരം കവർ ചെയ്ത് പോകുന്ന ഏരിയ ആണ്, ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, റിപ്പീറ്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. ഏതാണ്? നോക്കിയേ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഏതാണ്? കോണ്ടാക്ട് പ്രിക്കോഷൻസ്. നോക്കിയേ ഏതാണ്? കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിയേ റോട്ടാ വൈറസ് നമുക്കറിയാലോ, പ്രൈമർലി ട്രാൻസ്മിറ്റഡ് ത്രൂ ഫിക്കോ ഓറൽ റൂട്ട്. അതുകൂടാതെ കണ്ടാമിനേറ്റഡ് സർഫസസ് വരെയും ഈ പറയുന്ന റോട്ടാ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ ബിക്കോസ് ദ വൈറസ് സ്പ്രെഡ് ഈസിലി ത്രൂ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോൺടാക്ട് വിത്ത് സ്റ്റൂൾസ്, വോമിറ്റേഴ്സ് ഓർ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആർ എസെൻഷ്യൽ അല്ലേ. ഇവിടെ നമുക്ക് കോണ്ടാക്ട് പ്രിക്കോഷൻസ് ആണ് എസെൻഷ്യൽ ആയിട്ട് വരിക. സോ ഈ കോണ്ടാക്ട് പ്രിക്കോഷൻസിൽ എന്തൊക്കെ വരിക? ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. ഇങ്ങനെയും റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാവേ. ഗ്ലൗസ്, ഗൗണ്, ഡെഡിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് എന്നുവെച്ചാൽ ആ പേഷ്യന്റ് സ്ഥിരമായിട്ട് മാറ്റി വയ്ക്കുന്ന എക്യുപ്മെന്റ്സ്, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ഹൈജീൻ ഒക്കെയാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. A child presents with wheezing, crackles and a productive or wet cough on assessment അല്ലെ. കുഞ്ഞിന് വീസിംഗ് ഉണ്ട്, ക്രാക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കോഫ് ഉണ്ട്. വിച്ച് കണ്ടീഷൻ ഇസ് ദ മോസ്റ്റ് ലൈക്ലി ഡയഗ്നോസിസ്? എന്താണ് ഇവിടെ കൃത്യമായിട്ടൊരു ഡയഗ്നോസിസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്? ഓക്കെ, ഓപ്ഷൻ ഈസ് ആസ്മ, ബീസ് ന്യൂമോത്തറാക്സ്, സീസ് ന്യൂമോണിയ, ഡീസ് സിഒപിഡി. എന്താണ് ഇവിടെ? വീസിംഗ് ഉണ്ട്. വീസിംഗ് യൂഷ്വലി വീസിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് ആസ്മ പറയായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ക്രാക്കിൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്ലൂയിഡിന്റെ ഒരു പ്രസൻസ് കൂടെ പറയുന്നുണ്ട്. പ്രൊഡക്റ്റീവ് കോഫ് ഉണ്ട് പേഷ്യന്റ്. അപ്പൊ എന്തായിരിക്കും അത്? എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി അല്ലെ. ന്യൂമോണിയ ഉള്ള പേഷ്യൻസിനാണ് യൂഷ്വലി ഈ തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് വരിക അല്ലെ. ന്യൂമോണിയ ഉള്ള പേഷ്യൻസിനാണ് ഈ തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് വരിക. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ന്യൂമോണിയ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ന്യൂമോണിയ ടിപ്പിക്കലി പ്രസൻസ് വിത്ത് നോക്കിയാൽ ക്രാക്കിൾസ്. എന്തുകൊണ്ടാണ്? ആൽവിയോളയിൽ ഫ്ലൂയിഡിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ക്രാക്കിൾസ് ഉണ്ടാവുക. കൂടാതെ പേഷ്യന്റ് പ്രൊഡക്റ്റീവ് കോഫ് വിത്ത് സ്പ്യൂട്ടം ഉണ്ടാകും. കൂടാതെ എയർവേൽ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പോസിബിൾ വീസിങ്ങും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അത് മാത്രമല്ല, അസോസിയേറ്റ് ആയിട്ട് ബാക്കി സിംറ്റംസ് ഉണ്ടാകും. ഫീവർ, ടക്കിപ്നിയ, കൂടാതെ ഡിക്രീസ്ഡ് ബ്രത്ത് സൗണ്ട്സ് ഒക്കെ ഉണ്ടാകാം. ദിസ് ഫൈൻഡിങ്സ് ഇൻഡിക്കേറ്റ് എന്താണ്? ഇൻഫെക്ഷൻ ആൻഡ് ഓൾസോ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ദ ലങ്സ് വിച്ച് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ന്യൂമോണിയ കേട്ടോ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമോണിയ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
nurse is assessing a newborn who is 11 hours old. കേട്ടോ, കുഞ്ഞിന് 11 മണിക്കൂറാണ് പ്രായം കേട്ടോ, 11 മണിക്കൂറാണ് പ്രായം. ആൻഡ് ഡെലിവേർഡ് ബൈ സിസേറിയൻ സെക്ഷൻ കേട്ടോ, CS സിസേറിയൻ സെക്ഷനിൽ കൂടെയാണ് കുഞ്ഞ് ഡെലിവർ ആയത്. മോയിസ്റ്റ് ഓർ വെറ്റ് സൗണ്ടിങ് ബ്രത്ത് സൗണ്ട്സ് മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് സൗണ്ട് ആണ്. ആർ ഹേർഡ് ഓൺ ഓസ്കൾട്ടേഷൻ അല്ലെ, ഓസ്കൾട്ടേഷനിൽ ഒരു മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് സൗണ്ട്സ് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. വാട്ട് ഡസ് ദിസ് ഫൈൻഡിങ് മോസ്റ്റ് ലൈക്ലി ഇൻഡിക്കേറ്റ്? ഇത് എന്ത് ഫൈൻഡിങ് ആണ്? ഓക്കെ, ഓപ്ഷൻ എ ഈസ് അബ്നോർമൽ ഫൈൻഡിങ്, ബി ഈസ് നോർമൽ ഫൈൻഡിങ്, സി ഈസ് ന്യൂമോതെറാക്സ്, ഓപ്ഷൻ ഡി ഈസ് സർഫാക്ടന്റ് ആസ്പിറേഷൻ. എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുക? നോക്കിയേ, ഇവിടെ സിസേറിയൻ സെക്ഷൻ ആണ്, 11 മണിക്കൂർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മോയിസ്റ്റ് വെറ്റ് ബ്രത്ത് സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇത് എന്താണ്? നോർമൽ ആണോ അബ്നോർമൽ ആണോ? അബ്നോർമൽ ആണെങ്കിൽ ഏത് കണ്ടീഷൻ ആണെന്ന് നോക്കുക അല്ലെ. എന്താണ് ഇത്? ശരിക്കും പറഞ്ഞാൽ 11 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞാൽ ഒരു നോർമൽ ഫൈൻഡിങ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പറ്റിക്കാനായിട്ട് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇതൊരു നോർമൽ ഫൈൻഡിങ് ആണെന്ന് ഓർക്കുക. കാരണം കുഞ്ഞിന് 11 മണിക്കൂർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ജനിച്ചതിന് ശേഷം, കൂടാതെ സിസേറിയൻ സെക്ഷൻ ആയിരുന്നു അല്ലെ. സോ മോയിസ്റ്റ് ലങ്സ് ഇൻ ദ ഫസ്റ്റ് 24 hours ആഫ്റ്റർ ബർത്ത്, എസ്പെഷ്യലി ഇൻ ബേബീസ് ഡെലിവേർഡ് ബൈ C-section ആർ യൂഷ്വലി നോർമൽ അല്ലെ. മോയിസ്റ്റ് ലങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോയിസ്റ്റ് ലങ് സൗണ്ട്സ് എന്ന് പറയുക ഒരു ആദ്യത്തെ 24 മണിക്കൂറിൽ ഇറ്റ് ഇസ് പ്യൂർലി കൺസിഡർഡ് ആസ് നോർമൽ. സോ ദീസ് സൗണ്ട്സ് ടിപ്പിക്കലി ക്ലിയർ വിത്തിൻ ദ ഫസ്റ്റ് 24 to 48 hours as fluid is absorbed. അതായത് പേഷ്യന്റ് ഈ പറയുന്ന അമ്മയുടെ യൂട്രസിൽ കിടക്കുന്നുണ്ടാവും അല്ലേ. സോ സിസേറിയൻ സെക്ഷനിൽ കൂടെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ 24 മണിക്കൂർ സോർട്ട് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാകും, പക്ഷെ അത് ക്ലിയർ ഔട്ട് ആകും എപ്പോഴാണ്? ഒരു 24 to 48 hours കഴിയുമ്പോഴത്തേക്ക് അത് ക്ലിയർ ഔട്ട് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എപ്പിഡമിക് പാൻഡമിക് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഡിസീസ് ഹാസ് സ്പ്രെഡ് വൈഡ്ലി അക്രോസ് സെവറൽ റീജിയൻസ് ഇൻക്ലൂഡിംഗ് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, Middle East, and has resulted in 200 to 300 million deaths. How should this type of widespread occurrence be classified? അല്ലെ, ഇവിടെ ഡിസീസ് എന്താ പല കോണ്ടിനെന്റ്സിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു അത്യാവശ്യം നല്ല എണ്ണത്തിൽ തന്നെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് ഏത് തരത്തിലുള്ള ഒരു ഡിസീസ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക? ഓപ്ഷൻ ഈസ് എപ്പിഡമിക്, ബി ഈസ് പാൻഡമിക്, സി ഈസ് എൻഡമിക്, ഓപ്ഷൻ ഡി ഈസ് സ്പൊറാഡിക്. എന്താണ്? സിമ്പിൾ ആണല്ലേ. നോക്കിയേ, എന്താണ്? പല കോണ്ടിനെന്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇത് പാൻഡമിക് കേട്ടോ. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി പാൻഡമിക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. പാൻഡമിക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ പാൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? Disease outbreak that spread across multiple countries or continents, affects a very large population, causes high morbidity as well as mortality. അതിനാണ് നമ്മൾ എന്ത് പറയുക? പാൻഡമിക് എന്ന് പറയുക. എക്സാമ്പിൾ നമ്മൾ കോവിഡ് ഒക്കെ ഒരു പാൻഡമിക് ആയിട്ടായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ. സോ ഇത് നമ്മൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ നമ്മുടെ സൗദി പ്രോമെട്രിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം സൗദി പ്രോമെട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ വളരെ സാധ്യതയുള്ളതാണ്. സോ നന്നായിട്ട് പഠിക്കുക. അതുകൂടാതെ തന്നെ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ EGCC എക്സാംസിന്റെ എല്ലാത്തിൻ്റെയും എസ്പെഷ്യലി എല്ലാ കൺട്രീസിന്റെയും എക്സാം കോച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് എക്സാം പാസ്സായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.